ക്ഷേത്രഭൂമികൾ ലേലം ചെയ്ത് ക്ഷേത്രേതര കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. കാസർഗോട്ട് കുറച്ച് ക്ഷേത്രഭൂമി എടുത്ത് സോളാർ പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് കൊടുക്കാം. അതുപോലെ പാലക്കാട്ട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കാം. ഇപ്പോൾ ഭക്തർ വന്നാൽ സ്വന്തം വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഈ പറയുന്ന ഫീസൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രധാന അജണ്ട? കാശുണ്ടാക്കുക എന്നുള്ളത്. അതൊക്കെ ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്. ഒരുപാട് ഭൂമിയൊക്കെ അവർ നഷ്ടപ്പെടുത്തി, മനഃപൂർവ്വവും അല്ലാതെയുമില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭൂമിയിൽ നിന്ന് മാക്സിമം പൈസ ഉണ്ടാക്കുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ ഈ സർക്കാരിൻ്റെ ഒരു ബിസിനസ് കേന്ദ്രങ്ങളാണ്. പൈസ ഉണ്ടാക്കാനുള്ള, അതായത് ഫ്രീ ആയിട്ട് ആളുകൾ യാതൊരു ബാധ്യതയുമില്ലാതെ കാശ് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ക്ഷേത്രം. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം ഈടാക്കിയെടുക്കുക. ഇപ്പോൾ ഗുരുവായൂർ 1000 രൂപയുടെ ഒരു ടിക്കറ്റ് ഉണ്ട് ദർശനത്തിന്. അതൊന്നും സ്കീമിലുള്ളതൊന്നുമല്ല, ചുമ്മാ അതുകൊണ്ട് 1000 രൂപയുടെ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞ് വെച്ചു. ആളുകൾക്ക് പെട്ടെന്ന് ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകണം. 1000 രൂപ വലിയൊരു തുകയൊന്നുമല്ല. ഏതായാലും ഗുരുവായൂർ വരെ പോയി, പിന്നെ 1000 രൂപയാണോ വലിയ കാര്യം? 1000 രൂപ അങ്ങ് കൊടുക്കും, കഴിയും. ഇങ്ങനെ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ വെച്ച ദുരിതാശ്വാസ നിധിയുടെ ഭണ്ഡാരം ഇപ്പോഴും സർക്കാർ എടുത്ത് കളഞ്ഞിട്ടില്ല. അതിപ്പോഴും അവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ക്ഷേത്ര ഭണ്ഡാരം പോലെ തന്നെ ഷേപ്പും കളറും ഒക്കെ കൊടുത്തിട്ട് ക്ഷേത്ര ഭണ്ഡാരത്തിന് മുമ്പിലായിട്ട്, ഒരല്പം മുമ്പിലായിട്ട്, ആദ്യം കയറി ചെല്ലുമ്പോൾ സർക്കാർ ഭണ്ഡാരമാണ്. അപ്പോൾ ആദ്യം കയറി വരുന്നിടത്ത് കുറച്ച് പൈസ ഇടുക ഭക്തന്മാരുടെ ഒരു സ്വഭാവമാണ് ആദ്യത്തെ ഭണ്ഡാരത്തിൽ. പിന്നെ പല സ്ഥലത്തും ഇടും. തിരിച്ചിറങ്ങാൻ നേരത്തും ഇതുപോലെ അവസാനത്തെ കാണിക്കയായിട്ടും, അതല്ലെങ്കിൽ മറന്നുപോയവരോ തിരക്കിൽ പെട്ടുപോയവരോ ഒക്കെ അവരെല്ലാം പൈസ കൊണ്ടുപോയിടും. ഈ പൈസ എല്ലാം സർക്കാരിലേക്ക് അവർ റെഗുലർലി എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങളിൽ ഇവർ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞിട്ട് ഭണ്ഡാരം വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ക്ഷേത്രങ്ങളെ ഊറ്റി വലിച്ച് കുടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല താനും. ഭക്തർ നൽകുന്ന പൈസയല്ലേ അത് ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് അല്ലെ പുനരുദ്ധാരണത്തിന് ഉപയോഗിക്കുക, അതല്ലേ ഭക്തർ ലക്ഷ്യം വെക്കുക? അങ്ങനെ ഒരു ലക്ഷ്യം ഭക്തനുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഭക്തൻ ഇതൊരു സമർപ്പണമായിട്ട് അങ്ങ് ഇടുകയാണ്. ഞാൻ ഭക്തന്മാരുടെ വികാരം തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. പക്ഷേ താനിട്ട പണത്തിന് കണക്ക് വേണമെന്നോ അതിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെന്നോ ഇതൊന്നും ഭക്തന് വിഷയമല്ല. അത് അവൻ ഗുരുവായൂരപ്പനോ ശബരിമല അയ്യപ്പനോ അവനങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഇതാണ് 99% ഭക്തന്മാരുടെയും നിലപാട്. ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തു, പിന്നെ അതെവിടെ പോയി അതിൻ്റെ പിന്നാലെ ഞാൻ പോകേണ്ട കാര്യമില്ല. അത് അയ്യപ്പൻ നോക്കിക്കൊള്ളണം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നോക്കിക്കൊള്ളണം, വൈക്കത്തപ്പൻ നോക്കിക്കൊള്ളണം. ഞാൻ വൈക്കത്തപ്പന് കൊടുത്തു. വൈക്കത്തപ്പന് ഈ കാശിൻ്റെ ആവശ്യമുണ്ടോ? അതുമില്ല. അദ്ദേഹം കാശുണ്ടാക്കാനല്ല അവിടെ കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇത് നോക്കില്ല. ആരെയും എടുത്തുകൊണ്ട് പോകുമോ പോകാതിരിക്കുക, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹവും ഇരിക്കും. ചുരുക്കി പറഞ്ഞ് ഇത് സർക്കാരിന് നല്ലൊരു വരുമാന മാർഗമാണ്. ആരും ചോദിക്കാനോ പിടിക്കാനോ ഒന്നുമില്ല, ഓഡിറ്റില്ല, ഒന്നുമില്ല, സന്തോഷമായിട്ട് കഴിയാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന പണം ദേവസ്വം ബോർഡ് കൃത്യമായി വിനിയോഗിക്കേണ്ടതല്ലേ? പകരം ഈ ക്ഷേത്രത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതൊക്കെ ഒരു ശരിയായ കാര്യമാണ്. ഇപ്പം ഈ കിട്ടുന്ന പൈസയിൽ ഏറിയ പങ്കും ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. അതെ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ആ ശമ്പളം കൂട്ടും, ആ പെൻഷൻ കൂട്ടും, DA കൂട്ടും, അതിൻ്റെ കുടിശ്ശിക കൊടുക്കും. ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ് ഒരു കമ്പനിയായിട്ട് അവർ. കാരണം നിങ്ങൾ ഫ്രീ ആയിട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനെല്ലാം ജനങ്ങൾ ഫൈനാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലൊട്ടാകെയുള്ള ജനങ്ങൾ, കേരളത്തിലെ മാത്രം ആൾക്കാരല്ല, ഭാരതത്തിലൊട്ടാകെയുള്ള ജനങ്ങൾ ക്ഷേത്രത്തിൽ എന്തൊരു ഭക്തജന തിരക്കാണ്, എന്തെല്ലാം വഴിപാടുകളാണ്. വഴിപാട് വിവരം എന്ന് പറഞ്ഞുള്ള ബോർഡിന് വലിപ്പം കൂടി വരുന്നത് കണ്ടിട്ടില്ലേ? പുതിയ വഴിപാടുകൾ, പരിപാടികൾ ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് വരുമാനം വീണ്ടും കൂടും. അപ്പം ഭക്തജനങ്ങൾ ദർശനത്തിന് വരുമ്പോൾ ദർശനം കിട്ടിയില്ലയോ അതിനു മുമ്പ് അയാളെ പിടിച്ചു മാറ്റും. ഇങ്ങനെ വലിയൊരു ബിസിനസ് സ്ഥാപനമാണ് ഓരോ ക്ഷേത്രവും. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ സർക്കാർ വിട്ടുകൊടുക്കാത്തതും കൂടുതൽ ക്ഷേത്രങ്ങൾ അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രമൊക്കെ ബലം പ്രയോഗിച്ചല്ലേ പിടിച്ചെടുത്ത്, പോലീസിനെ നിർത്തി ആടിച്ച് എല്ലാവരെയും ഓടിച്ച് ക്ഷേത്രം അവരങ്ങ് കൈക്കലാക്കി. അതിപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല അതിന്.
അപ്പോൾ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരെ കുടിയിരുത്താനുള്ള ചില കേന്ദ്രങ്ങൾ മാത്രമാണ്. അവർ ഇഷ്ടം പോലെ ഭരിക്കുന്നു, ആ പൈസ സർക്കാർ എടുത്ത് ചിലവാക്കുന്നു. ഇത് മറ്റു മതങ്ങളിലൊന്നും നടക്കുന്നില്ലല്ലോ. മറ്റു മതങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് മറ്റു മതങ്ങളിൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇവിടെ ആരുമില്ല. ആര് ചോദിക്കാനാണ്? ഹിന്ദുക്കളുടെ സ്വഭാവം കണ്ടിട്ടില്ല. ക്ഷേത്ര സ്വത്തിനെ പറ്റി അവർക്ക് വലിയ വേവലാതിയൊന്നുമില്ല. ക്ഷേത്രത്തിൻ്റെ ഭൂമി എവിടെ പോയി, ആഭരണങ്ങൾ എവിടെ പോയി, രത്നങ്ങൾ എവിടെ പോയി, ഇതൊന്നും ഒരു ഹിന്ദുവും അന്വേഷിക്കാറില്ല. ചില കാര്യങ്ങളിലൊക്കെ അവർ അന്വേഷിക്കും. ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് ഒരാൾ കയറിക്കഴിഞ്ഞാൽ അവർ 150 പേരുണ്ടോ അയാളെ തല്ലാനായിട്ട്. ഓർക്കാപ്പുറത്ത് ഒരാൾ ചെരുപ്പിട്ട് കയറിപ്പോയപ്പാ അകത്ത്, അപ്പോൾ അയാളെ പിടിക്കും ഭീകരമായിട്ട് അവിടെ വെച്ച് തന്നെ കൈകാര്യം ചെയ്യും. ഇതൊക്കെ അല്ലാതെ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല. ഞാനെപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഒരു ചെമ്പ് കുടം അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കുടം ഒരാൾ ചുമ്മാ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആരും പിടിച്ച് നിർത്തി ചോദിക്കുന്നില്ല, താൻ ആരാടും, എന്താ ഇത് കയ്യിൽ, എന്താ ഇത് കൊണ്ടുപോകാൻ കാര്യം, ആരും ചോദിക്കില്ല. അതേസമയം ഒരു ഉത്തരേന്ത്യക്കാരൻ ഓർക്കാപ്പുറത്ത് അയാളുടെ ജുബയുമായിട്ട് അകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ അയാളുടെ കൊങ്ങയ്ക്ക് പിടിക്കുകയും ചെയ്യും. സോ ഭക്തരുടെ ഉത്തരവാദിത്വം എന്ന് അവർ വിചാരിക്കുന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, പുറമേക്കുള്ള ആചാരങ്ങൾ സംരക്ഷിക്കുക, ഇതവരുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി സ്വർണം, വസ്തു, ഇതൊന്നും നമ്മളല്ല, അത് ഗുരുവായൂരപ്പൻ നോക്കിക്കൊള്ളണം. ഈ ഒരു മനോഭാവം നിലനിൽക്കുന്നിടത്തോളം കാലം ക്ഷേത്രങ്ങളെയൊന്നും സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കേരളത്തിൽ നോക്കൂ, ഇന്ത്യയിൽ ആകെ കൂടെ ഒരു ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് ഉള്ളത് കേരള പോലീസിനാണ്. എന്തുകൊണ്ടാണ്? ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും അധികം മോഷണം നടക്കുന്നത്, പച്ച മോഷണം. ഇതിപ്പോൾ അവരുടെ അധികാര ദുർവിനിയോഗം വഴിയുള്ള അഴിമതിയാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ട്. മറ്റത് വെറും കള്ളൻ വന്ന് കയറിക്കൊണ്ടുപോകുന്നു. അത് മൊത്തം ഭാരതത്തിലെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലാണ് കൂടുതൽ. അതുകൊണ്ടൊരു ടെമ്പിൾ സ്ക്വാഡ് പോലീസിന് സ്ഥിരമായിട്ട് ഉണ്ട്. എന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ദേവസ്വം ബോർഡ് കൊണ്ടുപോകുന്നു, കള്ളനും കൊണ്ടുപോകുന്നു. ഇതിലൊന്നും ഭക്തജനങ്ങൾക്ക് വലിയ ദണ്ണമൊന്നുമില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ റിച്വൽസ് തെറ്റിക്കാതെ കാര്യങ്ങൾ നടന്നാൽ മതി. ക്രൈസ്തവ സമുദായത്തിലുള്ളവർ കുട്ടികളെ സൺഡേ സ്കൂളിലേക്ക് വിടും, അവരുടെ മത പഠനവുമായി ബന്ധപ്പെട്ട്. മുസ്ലിം കുട്ടികൾ മദ്രസയിലേക്ക് വിടും. എന്നാൽ ഇതിൻ്റെ എല്ലാം കേന്ദ്രമായ ദേവസ്വം ബോർഡുകൾ എന്തുകൊണ്ടാണ് രാമായണം എന്താ, മഹാഭാരതം എന്താ, ഉപനിഷത്ത് എന്താ, ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ കുട്ടികളെ ഒരു ദിവസത്തെ ആര് പോകും അവിടെ? ആര് പോകും? ഈ പറഞ്ഞ സംവിധാനമുള്ള പ്രൈവറ്റ് ക്ഷേത്രങ്ങളുണ്ട്, വേദം പഠിപ്പിക്കുന്നവരുണ്ട്, രാമായണം, മഹാഭാരതം, പാരമ്പര്യം, ചരിത്രം, ഇതൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എണ്ണം വളരെ കുറവാണ് സ്റ്റുഡൻസിൻ്റെ. ഹിന്ദുവിനെ സംബന്ധിച്ചോളം അവൻ ഇത് പഠിക്കും. പിന്നെ ഇപ്പോൾ പുരാണം പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും, +2 ട്യൂഷന് പോകും എന്ന് പറഞ്ഞിട്ട് അവന് ട്യൂഷൻ ക്ലാസ്സിൽ വിടും. ഹിന്ദു ഈസ് ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അൺലെസ് യു മേക്ക് എ സ്ട്രോങ് സൊസൈറ്റി യു വിൽ നോട്ട് അച്ചീവ് എനിത്തിങ്. ഇത് അതുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം വ്യക്തി നിർമ്മാണം എന്നതിൽ ഊന്നൽ കൊടുക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നല്ലൊരു മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ രാജ്യസ്നേഹിയായിരിക്കുക. ഭാരതം നിലനിന്നാലല്ലേ പിന്നെ ക്ഷേത്രവും സംഗതിയൊക്കെ നിലനിൽക്കുകയുള്ളൂ. ഭാരതം നിലനിർത്താനുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ആക്സസറി ആയിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഭാരതത്തോട് ഒരു കടപ്പാടുള്ളവനാണെങ്കിൽ മാത്രമേ അവന് ക്ഷേത്രത്തോട് ഉണ്ടാവുകയുള്ളൂ. ക്ഷേത്രത്തോട് മാത്രം കടപ്പാടുള്ളവൻ ക്ഷേത്രകാര്യം മാത്രം നോക്കും, മറ്റ് സമാജകാര്യം നോക്കില്ല. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ക്ഷേത്രം മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റില്ല. ഒരു സമാജമായാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞാൽ ഹിന്ദുവിന് തന്നെ സമ്മതമല്ല. ഹിന്ദു വിചാരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നമ്മളെങ്ങനെയെങ്കിലും, ശബരിമല സ്ത്രീകൾ കയറാതെ നോക്കുക, കാടാമ്പുഴയിൽ ഇന്നത് സംഭവിക്കാതിരിക്കാൻ നോക്കുക, ഗുരുവായൂർ അപ്രദക്ഷിണം നടത്താതിരിക്കാൻ നോക്കുക, ഇങ്ങനത്തെ റിച്വൽസ് സംരക്ഷിക്കുന്നു. അക്കാര്യത്തിൽ അവൻ വളരെ വയലൻറ്റുമാണ്. ഇപ്പോൾ റിച്വൽസ് എല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും റിച്വൽസ് ദേവസ്വം ബോർഡ് തെറ്റിക്കില്ല. കാരണം അറിയാം ദേവസ്വം ബോർഡിന് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. ബട്ട് ഭൂമിയോ സ്വർണമോ മറ്റൊന്നും തന്നെ സെൻസിറ്റീവ് ഏരിയ അല്ല. വേദങ്ങളോ ഉപനിഷത്തുക്കളോ ഭഗവത്ഗീതയോ സംസ്കാരത്തിൻ്റെ പഠനമോ ചരിത്രത്തിൻ്റെ പഠനമോ ഒന്നും തന്നെ സെൻസിറ്റീവ് ഏരിയ അല്ല. ഇതെല്ലാം അവഗണിക്കാവുന്നതാണെന്ന് ദേവസ്വം ബോർഡിനറിയാം. ദേവസ്വം ആക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പണം ഇന്ന കാര്യത്തിന് വിനിയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്.
പക്ഷെ അതൊന്നും നടക്കില്ല. ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഒരു സ്വീപ്പിംഗ് സ്റ്റേ ഓർഡറുണ്ട്. മലബാർ ദേവസ്വത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിൽക്കാൻ പാടില്ല. ഈ വിധി ഇരിക്കുമ്പോൾ തന്നെ എത്രയോ സ്ഥലം അവർ വിറ്റ് കാശാക്കി. ആര് പോവും? എത്ര കോർട്ട് ലക്ഷ്യത്തിന് പോവും? എന്ത് ചെയ്യും? ഒരു മാസ് മൂവ്മെൻറ്റ് ഹിന്ദുവിന് സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ ഹിന്ദു ചെയ്തൊരു പ്രവൃത്തി നോക്കും, ഞാനതിനെ മോശമായിട്ട് കാണുന്നില്ല. ഗണപതി ഒരു മിത്താണെന്ന് പറഞ്ഞു. ഹിന്ദു പ്രകടനം നടത്തി, NSS പ്രകടനം, അതല്ലാതെ കോമൺ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലൊക്കെ പ്രകടനം നടന്നു. ഇതുപോലൊരു പ്രകടനം ക്ഷേത്രഭൂമി അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നടത്തുമോ ഹിന്ദുക്കൾ? ഇല്ല. ഇപ്പം ഗണപതിയെ അയാൾ മിത്തെന്ന് വിളിച്ചു. ശരി, സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളിക്കളയാവുന്നേ ഉള്ളൂ. ഒരു തലത്തിൽ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അവനെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്നേ ഉള്ളൂ. പക്ഷേ ഹിന്ദു അത് തള്ളിക്കളഞ്ഞില്ല. ഹിന്ദുവിനത് വലിയ വിഷമമായിപ്പോയി ഗണപതിയെ മിത്തെന്ന് പറഞ്ഞു. ഗണപതി മിത്തല്ല, സ്വത്താണെന്നൊക്കെ പറയുമ്പോൾ ഭീകരമായ ക്യാമ്പയിൻ നടന്നു. ബട്ട് ഇവിടെ നമ്മളുടെ തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ഈശ്വര ക്ഷേത്രത്തിൽ കഴിഞ്ഞ 20 കൊല്ലത്തിനിടയ്ക്ക് 36 കിലോ സ്വർണം കാണാതെ പോയിട്ടുണ്ട്. 36 കിലോ. ഒരു ക്യാമ്പയിൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. 2007 2 കോടി രൂപയുടെ രത്നങ്ങൾ, വൈരങ്ങളൊക്കെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിൽ നിന്ന് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ മെയിൻ അവരുടെ അലമാരിയിൽ വയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഒരു വർഷം കഴിഞ്ഞ് 2008 ആയപ്പോൾ ദേവസ്വം ബോർഡ് കണ്ടുപിടിക്കുന്നു ഇതെല്ലാം മുക്കുപണ്ടങ്ങളാണ് എന്ന് കണ്ടുപിടിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം തൃപ്പൂണിത്തുറക്കാർ പറയുന്നു ഞങ്ങൾ നല്ലതാണ് കൊടുത്തു വിട്ടതെന്ന്. തൃശ്ശൂരുകാർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് മോശമായിരുന്നു. കഴിഞ്ഞു. ഒന്നും അന്വേഷിക്കാൻ, ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. 2 കോടി രൂപയുടെ, അതും അതിൻ്റെ പൗരാണിക വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 200 കോടിയായിരിക്കും വരുന്നത്. പുരാവസ്തുവിനൊരു മൂല്യമുണ്ടില്ല. അത് വെച്ച് നോക്കി അത് പോയി. വല്ല പ്രകടനവും നടന്നു? ഒന്നും നടന്നില്ല. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ. ഞാൻ പറയാം, എറണാകുളത്ത് നെട്ടൂർ ശിവക്ഷേത്രത്തിൽ വലിയ കർക്കിടക ബലിയാത് ഇതൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് നെട്ടൂർ ശിവക്ഷേത്രം. ആ ശിവക്ഷേത്രത്തിലെ സ്വർണത്തിൻ്റെ സ്റ്റോക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ 2 ഗ്രാമാണ്, 1/4 പവൻ. അതായത് ഒരു ചക്കക്കുരുവിൻ്റെ തൊലിയുടെ വെയിറ്റുള്ള സ്വർണം. ഇതാണ് നെട്ടൂർ ശിവൻ്റെ കൈമകൾ വിവരാവകാശ നിയമപ്രകാരം. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ക്ഷേത്രത്തിൽ, നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉള്ള സ്വർണ്ണം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? നത്തിങ് ക്യാൻ ബി ഡൺ. തൃപ്പൂണിത്തുറയിൽ 3 കല്ലറയുണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളതുപോലെ തന്നെ ഭൂമിക്കടിയിൽ 3 കല്ലറകൾ തൃപ്പൂണിത്തുറ നിലവറകൾ. ഈ നിലവറയിൽ ഇറങ്ങി എന്തൊക്കെയുണ്ടെന്ന് നോക്കി ഒരു ഇൻവെൻറ്ററി എടുക്കണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ്. ഒന്നുമില്ല. ശരി, ഉണ്ടായിരുന്നോ? എന്നെങ്കിലും അതിൻ്റെ കണക്കെടുത്തിരുന്നോ? ആർക്കും അറിയില്ല. ആ കണക്കിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല ഒരു മനുഷ്യൻ. ഈ ക്ഷേത്രങ്ങളുടെ കയ്യിലുള്ള ഭൂമിയൊക്കെ ഇങ്ങനെ ലേലം ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ ഒന്നിക്കുന്നു. എന്ന് പറഞ്ഞാൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഹിന്ദുക്കൾ ഒന്നിച്ചു ചേരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ? ഫലം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 150 ഹിന്ദുക്കളുണ്ടാകും. 150, അതിൽ കൂടുതലില്ല. ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന ആളാണ്. അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. ക്ഷേത്രങ്ങളിലെ സ്വർണം കേന്ദ്ര സർക്കാരിലേക്ക് എടുത്തു മാറ്റാനായിട്ട് ഒരു നിർദ്ദേശം പി. ചിദംബരം ഫിനാൻസ് മിനിസ്റ്ററായിരുന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു. എറണാകുളത്ത് ഒരു പ്രകടനം നടത്താനായിട്ട് അതിനെതിരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പിലേക്ക് ഒരു പ്രകടനം നടത്താൻ ഞാനും ഈ പറഞ്ഞ പല ഹിന്ദു നേതാക്കളും കൂടെ ശ്രമിച്ചിട്ട് 13 പേരാണ് വന്നത്. 13 പേര് കലൂരിൽ നിന്ന് റിസർവ് ബാങ്കിൻ്റെ മുമ്പിലേക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് ആണില്ല. 13 പേരാണ് പ്രകടനത്തിൽ. 140 പോലീസുകാർ. കാശ്മീർ ഭീകരന്മാരെന്നുള്ള മട്ടിലാണ് പോലീസുകാർ കാവൽ നിൽക്കുന്നത്. 140 പോലീസുകാരും 13 പ്രകടനക്കാരും. ഇതാണ് ഹിന്ദുവിൻ്റെ ശക്തി. അപ്പോൾ അതിൻ്റെ ഒരു 10 ടൈംസ് 130 അല്ലെങ്കിൽ 150 എടുക്കുക. ഈ 150 പേരെ ഈ പ്രകടനത്തിനുണ്ടാവുള്ളൂ. ഫേസ്ബുക്കിൽ പോലും ആളുണ്ടാവില്ല.
ഫേസ്ബുക്കിൽ വലിയ യുദ്ധങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അവർ പോലും കോർഡിനേറ്റഡായിട്ട് ശരി ഒരു ഫേസ്ബുക്ക് ക്യാമ്പയിൻ നടത്താം, ഇല്ല, ചെയ്യില്ല എന്ന് വെച്ചാൽ ചെയ്യില്ല അവർ. അതാണ് എന്താ കാര്യം ചെയ്യാത്തത്? ഐക്യമില്ല, ബോധമില്ല, സമാജബോധമില്ല. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, മൃഗത്തിൻ്റെ ഒരു സമജം ആണ് മൃഗങ്ങൾ. കുതിരയും വേറൊരു കുതിരയും സമജമാണ്, ഒരേപോലെ ജനിച്ചത്, കണ്ടാൽ ഒരേപോലെ ഇരിക്കുന്നത്. മനുഷ്യൻ സമാജം എന്ന് ദീർഘമിടും. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ ലക്ഷ്യമുള്ളവർ. അതുകൊണ്ടാണ് നമ്മൾ വനിതാ സമാജം എന്ന് പറയുന്നത്. നമ്മൾ സമജങ്ങളാണ്, കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നു, 2 കൈയും 2 കാലും തലയും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ സമാജമാകണമെങ്കിൽ ഒരു ലക്ഷ്യബോധം വേണം. അതില്ലാത്ത ഒരു സമാജം എന്നല്ല, സമജം എന്ന് പറയണം. ഹിന്ദു സമാജമായിട്ടില്ല, ഇപ്പോഴും സമജമായിട്ട് നിലനിൽക്കുന്നു. ആ ബോധം അവർക്കില്ല. അതിന് ആദ്യം വേണ്ടത് രാഷ്ട്രബോധമാണ്. ഭാരതത്തിന് നമ്മൾ പവിത്ര ഭൂമി, പുണ്യഭൂമി എന്നൊക്കെ പറയും. എന്താ പുണ്യഭൂമി എന്ന് പറയാൻ കാര്യം? ഓരോ അടിയും പുണ്യഭൂമിയാണ്. അതുകൊണ്ടാണ് ഓരോ ദൈവത്തിനും മേലുല്ലാസം ഉണ്ടാക്കി കൊടുത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഭാരതമാണ്. അതുകൊണ്ടാണ് വൈക്കത്തപ്പൻ, ഏതപ്പൻ? വൈക്കത്തിരിക്കുന്ന അപ്പൻ. വൈക്കത്തിനാണ് പ്രാധാന്യം. ഒരു മേലുല്ലാസം വൈക്കത്തപ്പൻ, ചോറ്റാനിക്കരയമ്മ, കാടാമ്പുഴയമ്മ, ഗുരുവായൂരപ്പൻ, സകല ദൈവത്തിനും അഡ്രസ്സ് ആ സ്ഥലമാണ്. അങ്ങനെയാണ് അത് പുണ്യഭൂമിയാകുന്നത്. അതുകൊണ്ടാണ് ഭാരതം പുണ്യഭൂമിയാണെന്നും മോക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് ജനിച്ചാലേ പറ്റുള്ളൂ പൂന്താനം ചാനപ്പാനയിൽ എഴുതി വെച്ചത്. ഭാരതമഹിമ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ പൂന്താനം അതിലെഴുതിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ നിലനിൽപ്പാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് നിലനിൽപ്പ്. അതിനായിട്ട് ഭാരതം നിലനിൽക്കണം. ഈ വിചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റെല്ലാം. പക്ഷേ അതില്ല, ഉണ്ടായി വരുന്നുണ്ട്, കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഐ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കുറച്ച് കാണുന്നില്ല, നിനക്കൊന്നും ഗുണം പിടിക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇതൊന്നും പോരാ. ഹിന്ദുവായിട്ട് സമാജബോധത്തോടുകൂടെ എന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അന്നേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് കൈവിട്ട് പോയി കഴിഞ്ഞു. ഇനി ഉള്ളതെങ്കിലും പിടിച്ചു വയ്ക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഇമ്മീഡിയറ്റ് ഹിന്ദു ഒരു സമാജമായിട്ട് പെരുമാറാൻ പഠിക്കണം. ക്ഷേത്രഭൂമികളൊക്കെ കൈവിട്ടു പോകാതിരിക്കാൻ ഹിന്ദു സടം കുടഞ്ഞ് എഴുന്നേക്കൊന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.